നാളെ നടക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യവും നമുക്ക് തന്ന അനുഗ്രഹവും അല്ലാഹു നമുക്ക് തന്ന സമ്പത്തും നമ്മുടെ ശേഷിയും അല്ലാഹു അവസാനം വരെ നിലനിർത്തി തരുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിന സവാലി നിഅമതിക വ തഹവൂലി ആഫിയതിക വ ഫുജ്അതി നിഅമതിക വ ജമീഇ സഖതിക വന്നാർ. അല്ലാഹു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയായിരുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. ഒരു അനുഗ്രഹം ജീവിതത്തിൽ നീ നൽകുകയും അല്ലാഹുവേ പാതി വഴിയിൽ നീ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഞങ്ങളിൽ ആർക്കും അല്ലാഹുവേ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ നീ തന്ന ആരോഗ്യം നാളെ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയ പണച്ചെറുപ്പ് ആരോഗ്യം തന്നതുകൊണ്ട് ആ ബാക്കി 2 മണിക്കൂർ സംസാരിക്കുന്നുണ്ട്. പണച്ചെറുപ്പ് ആരോഗ്യം എടുക്കുന്നത് കൊണ്ട് കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോയി അവന്റെ ജീവിതം നിറവേറ്റുന്നത്. അല്ലാഹുവേ എങ്ങാനും ആരോഗ്യം ഒന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പണച്ചെറുപ്പിനോട് കാര്യമായി ദുആ ചെയ്യണം. അല്ലാഹുവേ ഒന്ന് തന്ന അനുഗ്രഹം പിൻവലിക്കാതിരിക്കുക, 2 തന്ന ആരോഗ്യം ത്തിലെത്താതിരിക്കുക, 3 പൊടുന്നനെയുള്ള മരണങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക. രാവിലെ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭർത്താവ് വൈകുന്നേരം 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ കാത്തുനിന്ന ഭാര്യ മക്കളും ഞങ്ങൾ ഇനി അനാഥരായല്ലോ എന്ന് മാറത്തട്ട ഹസിച്ച് നിലവിളിക്കപ്പെടുന്ന പൊടുന്നനെയുള്ള മരണങ്ങൾ അല്ലാഹുവേ നീ ഞങ്ങളെ അവസാനം വരെ കാത്തു രക്ഷിക്കണേ എന്ന് മദീനത്തെ പള്ളിയുടെ ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരി വെച്ച മസ്ജിദ് നബവിയിലിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ആ ദുആയിൽ പാതിരാ സമയം മുഴുവൻ കണ്ണീര് കൊണ്ട് മുഴുകി വ്യാപൃതനായെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി എന്റെ ശരീരത്തോടും എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത് അല്ലാഹു നൽകിയത് നിലനിർത്തി തരാൻ വേണ്ടി പടച്ചറബിനോട് ദുആ ചെയ്യുക. അല്ലാഹു ആ ദുആ ജീവിതത്തിൽ നിത്യമാക്കുക. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവൂലി ആഫിയതിക വ ഫുജ്അതി നിഅമതിക വ ജമീഇ സഖതിക വന്നാർ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹവും അല്ലാഹു നിലനിർത്തി തരട്ടെ. സഹോദരങ്ങളെ, ഈ നാക്കൊരു അനുഗ്രഹമാണ്, ഈ കൈ ഒരു അനുഗ്രഹമാണ്, ഈ ആരോഗ്യം ഒരു അനുഗ്രഹമാണ്, കച്ചവടം ഒരു അനുഗ്രഹമാണ്, മക്കൾ ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ അല്ലാഹു തന്നതെല്ലാം അനുഗ്രഹമാണ്. ഈ നാവിന് സംസാരിക്കാൻ ശേഷി തന്ന ഇതേ തമ്പുരാന് തന്നെ ഈ നാവിന്റെ ശേഷി ഇല്ലാതാക്കാനും പടച്ച തമ്പുരാൻ ഒരൊറ്റ നിമിഷം മാത്രം മതി. അങ്ങനെയൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന ബോധം നമ്മുടെ എല്ലാവരെയും മനസ്സിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ, പൊതുജനങ്ങൾ അതെന്ത് പറയുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പടച്ചറബിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുവേ എനിക്ക് ആത്മാർത്ഥമായിട്ട് നിന്നോട് പറയാൻ കഴിയും. പടച്ചറബേ, നെറ്റി കൊണ്ടുപോയി നിന്റെ മുമ്പിൽ കുനിച്ചു വെച്ചിട്ട് അല്ലാഹുവേ എന്റെ കൽബ് തുറന്നു കാണിച്ച് എനിക്ക് പറയാൻ കഴിയും, അല്ലാഹുവേ നീ തന്ന അനുഗ്രഹത്തിൽ ഞാൻ ഇതേവരെ അഹങ്കരിച്ചിട്ടില്ല. അല്ലാഹുവേ നിന്നെ ഓർത്ത് അറിഞ്ഞാണ് ഞാൻ ജീവിച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നന്ദിയുണ്ടെങ്കിലേ വർധനവുണ്ടാവൂ, കൃതജ്ഞതയുണ്ടെങ്കിലേ വർധനവുണ്ടാവൂ, കൃതജ്ഞതയുണ്ടെങ്കിലേ താഴ്ചയുണ്ടാവൂ. അല്ലാഹു നന്ദിയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മുടെ നന്ദിയുള്ള ദാസന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഖുർആൻ സ്തുതിച്ച അടിമ, ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ 20, 21 തീയതികളിൽ ആലുവയിൽ വാർഷിക പ്രഭാഷണമുണ്ട്. ഈസാ നബിയുടെ 2ാം വരവും ഇമാം മഹ്ദി. ആദ്യം തന്നെ ഞാൻ പറയുക, ഇൻഷാ അല്ലാഹ് എന്റെ ഖുർആൻ വാർഷിക പ്രഭാഷണത്തിന് ആ സദസ്സിൽ ഒരു 5 പൈസയുടെ പിരിവുണ്ടാവില്ല. ഇപ്പൊ തന്നെ പറഞ്ഞേക്കും, ബക്കറ്റ് വരുണ്ടാവും. അല്ലാതെ അവിടെ വെച്ച് 10,000 അല്ലാതെ കൈമുക്കിക്കൊള്ളൊന്നുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് വന്ന സദസ്സിൽ കൊടുക്കുന്നു, അതല്ലാതെ വേറൊരു പിരിവ് ആ സദസ്സിൽ വെച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഈസാ നബിയുടെ 2ാം വരവ്, ഇമാം മഹ്ദി, ഈ 2 ദിവസവും 2 വിഷയം പരമാവധി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തീർക്കാനുള്ള പുറപ്പാടിലാണ്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നതിന്റെ പ്രവർത്തകർ അല്ലാഹു വർഗമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുന്നു. ഖുർആൻ സ്തുതിച്ച അടിമ. അടിമകൾ 2 വിഭാഗമാണ്. ഒന്ന് അല്ലാഹുവിന്റെ അടിമ, മറ്റൊന്ന് മനുഷ്യന്റെ അടിമ. ലോകത്തെ അടിമകൾ 2 വിഭാഗം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് അല്ലാഹുവിന്റെ അടിമ,
രണ്ട് മനുഷ്യന്റെ അടിമ. ഈ രണ്ട് അടിമകൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, മനുഷ്യന്റെ അടിമയായി മാറിയാൽ ആ അടിമയെ കൊണ്ട് ഉടമയ്ക്കാണ് ലാഭമുണ്ടാവുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ അടിമയായി മാറിയാൽ ഉടമയെ കൊണ്ട് അടിമയ്ക്കാണ് നേട്ടമുണ്ടാവുന്നത്. വളരെ വ്യത്യാസത്തോടെ നമ്മൾ മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, അടിമകൾ രണ്ട് വിഭാഗം. ഒന്ന് അള്ളാഹുവിന്റെ അടിമ, മറ്റൊന്ന് മനുഷ്യന്റെ അടിമ. നമ്മൾ വേറൊരു മനുഷ്യന്റെ അടിമയായാൽ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടിമയായാൽ, ഒരു നേതൃത്വത്തിന്റെ അടിമയായാൽ, ആ നേതൃത്വത്തിന് അടിമയെ കൊണ്ട് ഗുണമുണ്ടാകുമെന്നല്ലാതെ അവരെ കൊണ്ട് അടിമകൾക്ക് ഗുണമുണ്ടാകൽ വളരെയേറെ കുറവാണ്. നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടിമയായാൽ നേട്ടമാർക്ക് അടിമയ്ക്ക്, ഉടമയ്ക്കല്ല. നമ്മൾ അടിമയായി എന്നതുകൊണ്ട് ഉടമയ്ക്ക് യാതൊരുവിധ നേട്ടവുമില്ല. നമ്മുടെ അടുക്കൽ നിന്ന് അള്ളാഹുവാകുന്ന ഉടമയ്ക്കൊന്നും നേട്ടേണ്ടതില്ല. പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറാൻ കഴിഞ്ഞാൽ ആ അടിമത്ത മനോഭാവം കൊണ്ടുള്ള യഥാർത്ഥ നേട്ടമാർക്ക, അത് അടിമത്ത മനോഭാവത്തോടെ പടച്ചറപ്പിന്റെ അടിമയായി ജീവിക്കുന്ന നമുക്ക് നൽകുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് നൽകുന്ന ബഹുമതിയിൽ ഏറ്റവും വലിയ ബഹുമതി അള്ളാഹുവിന്റെ അടിമയായി മാറുക എന്നതാണ്. അതിനപ്പുറത്തോളം വലിയ ഒരു ബഹുമതി വേറെയില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഫീഡ്ബാക്ക് ചെയ്യണം. ഫീഡ്ബാക്ക് ഇതൊരു വിശാലമായ ഗ്രൗണ്ടാണ്. സൗണ്ട് അത്ര കൊടുത്താലും അറിയില്ല, ഞാനങ്ങ് തുറന്നു പോകും. ഈ ഫീഡ്ബാക്ക് കുറച്ച് സലാം സംസാരം സലീം വലിയ പേരുള്ള സൗണ്ടാണ്. അള്ളാഹു നരകത്തിൽ കൊടുക്കട്ടെ. ദുആ ചെയ്താൽ ഇനി കൂട്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകൾക്ക് നൽകുന്ന ബഹുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതി, ഏറ്റവും വലിയ ബഹുമതി അള്ളാഹുവിന്റെ അടിമ, അബ്ദ് എന്ന് പറയുന്ന ബഹുമതിയാണ്. റസൂലാണോ, നബിയാണോ, അബ്ദാണോ, അടിമയാണോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമതി? ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമതി ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രധാനപ്പെട്ട ബഹുമതി റസൂലാവുക, നബിയാവുക, അടിമയാവുക. ഇതിൽ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതാണ്? അതറിയണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരേ, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലാകണോ, അല്ലാഹുവിന്റെ നബിയാകണോ, അതല്ല അല്ലാഹുവിന്റെ അബ്ദാകണോ, പ്രവാചകനാകണോ, നബിയാകണോ, അല്ലാഹുവിന്റെ അടിമയാകണോ? ഏത് ബഹുമതിയാണ് നബി അങ്ങേക്ക് വേണ്ടത്? അല്ലാഹു ചോദിച്ചു, തിരുദൂതരെ, ഏതും ആ പദവി വന്നിട്ടാ ഞാൻ അങ്ങേ ബഹുമാനിക്കേണ്ടത്? അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഈ ലോകത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചമായ അല്ലാഹുവിന്റെ റസൂലിനോടാണ് ചോദ്യം വരുന്നത്. നബിയെ, ഏത് ബഹുമതിയാണ് വേണ്ടത്? അല്ലാഹുവിന്റെ തിരുദൂതരെ, റസൂൽ എന്ന ബഹുമതി വേണോ? അതല്ല നബി എന്ന ബഹുമതി വേണോ? അതല്ല ഒരു അബ്ദ്, ഒരു അടിമ എന്ന ബഹുമതി വേണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തതല്ല. അല്ലാഹുവേ, 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 പിന്നിസുബതീരയിക, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചേ, അല്ലാഹുവേ, റസൂൽ എന്ന ബഹുമതിയല്ല, നബി എന്ന അടയാളമല്ല. അല്ലാഹുവേ, നിന്നിലേക്ക് ചേർത്തിട്ട് നിന്റെ അടിമ എന്ന് പറയാ. അല്ലാഹുവേ, നിന്റെ ഒരു യഥാർത്ഥ അടിമയായി അറിയപ്പെടാ, നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, നിന്റെ നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലാഹുവേ, നിന്റെ തൃപ്തിക്ക് വേണ്ടി സദാസമയവും ജീവിക്കുന്ന നിന്റെ ഒരു അടിമയായി മാറാൻ ഏറ്റവും വലിയ ബഹുമതിയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തതേടാ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം
ചരിത്രം പറയുമ്പോ, മിഅ്റാജിന്റെ യാത്രയുടെ കഥ പറയുമ്പോ അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. തന്റെ പ്രവാചകനെ വാനാരോഹണം ചെയ്യിച്ചവനെന്നല്ല, തന്റെ നബിയെ വാനാരോഹണം ചെയ്യിപ്പിച്ചവനെന്നല്ല. അല്ലാഹു പറഞ്ഞതെന്താ? എന്റെ അടിമയെ, എന്റെ യഥാർത്ഥ അടിമയെ സപ്തവാനങ്ങളും താണ്ടിക്കിടന്ന് ആകാശത്തിന്റെ നഭോമണ്ഡലത്തിലേക്ക് വാനയാത്ര ചെയ്യിപ്പിച്ച അല്ലാഹു എത്രയോ പരിശുദ്ധനാ. അല്ലാഹുവിന്റെ അടിമ എന്ന പദമാണ് ഏറ്റവും വലിയ പദവി എന്ന് പരിചയപ്പെടുത്തിയത് കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി വല്ലാതെ നന്ദിയുള്ള എന്റെ അടിമയാ, എന്റെ അടിമയാ, എന്റെ അടിമയാ, എന്റെ അടിമയാ. തൊട്ടിലിന്റെ ഉള്ളില് പ്രസവിച്ചു വീടുമ്പോ ആദ്യമായി ലോകത്തിന്റെ പുറംതരിയുടെ മുകളിലോട്ട് കടന്നു വരുമ്പോ നാവ് കൊണ്ട് തുറന്നിട്ട് ആദ്യത്തെ വാക്യം പറയുമ്പോ ആദ്യത്തെ ഭാഷാ പദാവലി പറഞ്ഞ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായിട്ട് തന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയതെന്താ? ഖാല ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനീ നബിയാ. ആദ്യമായിട്ട് തൊട്ടിലോട്ട് പറന്നു വീടുന്നതിന് മുമ്പേ, ചോരയുടെ മണം മാറുന്നതിന് മുമ്പേ ആദ്യമായി സംസാരിച്ച ഈസാ നബി പറഞ്ഞിടണ്ട, ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, ഞാൻ യേശുവിന്റെ സഹോദരനല്ല, ഞാൻ മറ്റൊരാളുടെ പാപം പേറാൻ വന്നവനല്ല. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഒരടിമയാണ്, ഞാനൊരടിമയാണ്. എല്ലാവരെയും പോലെ ഞാനും ഒരടിമത്ത മനോഭാവമുള്ളവരാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അല്ലാഹു നൽകുന്ന നമ്മുടെ പദവിയിൽ സമ്പത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, സൗന്ദര്യം നൽകട്ടെ, ഏത് കിട്ടിയാലും ഈ ദുനിയാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയേടാ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട പ്രവാചകന്മാര് ദുആ ചെയ്തപ്പോ അല്ലാഹുവേ അധികാരം വേണമെന്നല്ല, സമ്പത്ത് വേണമെന്നല്ല, സൗന്ദര്യം വേണമെന്നല്ല, അല്ലാഹുവേ വഅദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ അപാരമായ നിന്റെ കാരുണ്യത്തിന്റെ ഉള്ളിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ട് ഫീ ഇബാദിക സാലിഹീൻ, നിന്റെ ഒരു സാലിഹായ അടിമയായി, നിന്റെ ഒരു യഥാർത്ഥ അടിമയായി, നിന്റെ മുമ്പിൽ തലകുനിക്കുന്ന അടിമയായി, നിന്നോട് യാചിക്കുന്ന, നിന്റെ മുമ്പിൽ കണ്ണുനീരിട്ട് വീഴുന്ന, നിന്റെ മുമ്പിൽ സമസ്തവും സമർപ്പിക്കുന്ന ഒരടിമയെന്ന പദവി ലഭിച്ചാൽ, ഒരടിമയെന്ന പദവി ലഭിച്ചാൽ, ഒരടിമയെന്ന പദവി ലഭിച്ചാൽ, അതുകൊണ്ടല്ലേ ഖാദിയാൽ റളിയല്ലാഹു തആല പാടിപ്പോയത് അല്ലാഹുവേ വമിമ്മാ സാദനി ശറഫൻ വതീഹാ വസിത്തു ബിഖമസയ്യത തുറയ്യാ ദഖൂലി തഹത കൗലിക യാ ഇബാദി وأنا سيدة أحمد لي نبيا. അല്ലാഹുവേ ആകാശമണ്ഡലത്തിൽ തത്തിക്കളിക്കുന്ന പുഞ്ചിരി പൊടിക്കുന്ന കാർത്തിക നക്ഷത്രത്തെ എന്റെ കൈവെള്ളയിൽ എടുത്തു തരാമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞ, ആകാശത്തിന് മിന്നിത്തിളങ്ങുന്ന തുറയ്യാ നക്ഷത്രം എന്റെ കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ അല്ലാഹുവേ എനിക്ക് ഇഷ്ടമേടെന്നറിയോ? അദ്ഖൂലി തഹത കൗലിക യാ ഇബാദി, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്ന് പടച്ചറപ്പേ നീ വിളിക്കുമ്പോ നിന്റെ ഒരടിമയായിട്ട് നിന്റെ വിളിക്കുള്ളിൽ ചേരാൻ നാളെ മഹിശറയിലെത്തുമ്പോ യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോ ഓ സമയത്ത് അല്ലാഹുവേ മഹിശറയിൽ നിന്റെ ആലസ്യന്റെ തടല് കിട്ടുന്ന അടിമയാകാതെ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട അടിമകളെ സ്വർഗത്തിലേക്ക് പൊക്കോ എന്ന് പറയുമ്പോ ആ സമയത്ത് നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞ, അതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യൻ, ഞാൻ നിങ്ങളും ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ട ഒരു പദവിയാണ് അള്ളാഹുവിന്റെ അടിമയായി മാറുക. അള്ളാഹുവിന്റെ
അടിമയായി മാറുക. അള്ളാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ. എന്താ മനുഷ്യന്മാരെ ആമീൻ പറയാ? അടിമയാവാൻ ഇത്ര പാടാ? അള്ളാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ. എപ്പോഴും ഉടമയാവാനല്ല, നമുക്കൊരു വലിയ ആഗ്രഹം എപ്പോഴും ഉടമയാവാനാ. ഒരു നല്ല വീതിയുള്ള കരയുള്ള ഒരു പശമുഖ്യ മുണ്ടൊക്കെ ഇട്ട്, ഞാൻ എന്നെ തന്നെ പറയണത്, വേറെ ആരെ പറയുന്നത്? വേറെ ആരെങ്കിലും പറയുമ്പോഴല്ലോ കുഴപ്പമില്ല, എന്നെ പറയാൻ കുഴപ്പമില്ലല്ലോ. നമുക്കെപ്പോഴും ഇഷ്ടം എന്താ? നല്ല വീതിയുള്ള കരയുള്ള പശയുള്ള മുണ്ടൊക്കെ മുക്കി, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല പശ കുളിച്ചിട്ട് കതറ് കോട്ടനൊക്കെ ഇട്ട് വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട്, നമ്മുടെ പ്രൈവറ്റ് കമ്പനിയിൽ 10 ജോലിക്കാരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ 10 ജോലിക്കാരുണ്ടെങ്കിൽ, കടന്നു പോകുന്ന വഴിയിൽ വരുമ്പോൾ തന്നെ അത്തറിന്റെ മണമടിക്കുന്നു, ഗുഡ് മോർണിംഗ് സാർ. അങ്ങനെ വിളിച്ച് ഒരു ഉടമയാകാൻ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? ഏതൊരാളെ കണ്ടാലും പറയും എന്താ ജോലി? കമ്പനി നടത്താൻ 10-15 ജോലിക്കാരുണ്ട്. 10-15 ജോലിക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ആ 15 പേരുടെ ഉടമയാണെന്നാണ്. ഉടമയാകാൻ ആഗ്രഹിക്കാം, പക്ഷെ അടിമയാകാൻ ആഗ്രഹിക്കണം. അള്ളാഹുവിന്റെ അടിമയാകാൻ. അങ്ങനെ അള്ളാഹു ഒരു അടിമയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. എന്താ ആമീനില്ലാത്തത്? കണ്ടന്തരക്കാരെ ആമീനില്ലാത്തത് എന്താ? കേരളത്തിൽ ഒരു വലിയ പെരുന്നാൾ 200 പോത്ത് നടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് കണ്ടന്തറയാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, നീ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കണ്ടന്തര കേരളത്തിൽ 200-ലധികം പോത്തുകൾ ഇറക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഇത് കണ്ടന്തറയാണ്. അള്ളാഹു ആ ഒരു മനസ്ഥിതി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏതുകൊണ്ടും വിഭവശേഷി കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും അള്ളാഹു നന്നായിട്ട് അനുഗ്രഹിച്ച ഒരു മഹല്ലാണ് ഈ മഹല്ല്. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഈ മഹല്ലിലെ ജനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ എത്തിയ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകി അള്ളാഹു ജീവിതത്തിൽ നിലനിർത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം കയ്യിൽ കിട്ടുമ്പോൾ ദുനിയാവുണ്ടാവും, സമ്പത്തുണ്ടാവും. പക്ഷെ ആ സമ്പത്ത് നാളെ നിലനിൽക്കണമെന്നില്ലല്ലോ. ആ സമ്പത്ത് നാളെ നിലനിൽക്കണമെന്നില്ലല്ലോ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തന്നെ പഠിപ്പിച്ചതെന്താ? ഖുൽ, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും പറയണം اللهم مالك الملك تؤتي الملك من تشاء. എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനായ തമ്പുരാനെ, അധികാരം നീ ആഗ്രഹിക്കുന്ന കയ്യിൽ വെച്ചു കൊടുക്കുന്നവനാണ്. ആഗ്രഹിക്കുന്നവരെ കയ്യിൽ നിന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് നീ അത് ഊരിയെടുക്കുന്നവനാ റബ്ബേ. അല്ലാഹുവേ, അധികാരം നിലനിൽക്കുന്നതല്ല. സഹോദരങ്ങൾ, അമേരിക്കയുടെ പാവ സർക്കാരായി മാറി അഫ്ഗാനിലെ പാവപ്പെട്ട നിരപരാധികളുടെ കരുത്തറച്ചിട്ട് ചെങ്കോര കൊണ്ട് അഫ്ഗാനികളുടെ പാവപ്പെട്ട ഇസ്ലാമിസ്റ്റുകളുടെ ചെഞ്ചോര കണ്ട് കയ്യിൽ മുക്കിയിട്ട് ഇൻകിലാബ് വിളിച്ച ഏകാധിപതിയായ നജീബുള്ള അവസാനം കോൺസുലേറ്റ് മന്ദിരത്തിന്റെ വിളക്കുകാലിൽ കുത്തിയാട്ടപ്പെട്ടെങ്കിൽ നജീബുള്ള എന്ന ഭരണാധികാരി കോൺസുലേറ്റ് മന്ദിരത്തിന്റെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കപ്പെട്ടെങ്കിൽ ഇന്നത്തെ ഭരണാധികാരി നാളത്തെ ഏറ്റവും വലിയ യാചകനായി മാറുന്ന 48 വർഷക്കാലം ഈജിപ്തിനെ അടക്കി ഭരിച്ചിട്ട് ഒരു ജൂത പെണ്ണിന്റെ ചൂടും അനുഭവിച്ച ഹുസ്നി മുബാറക് അവസാന സ്ഥാനപട്ടനാക്കപ്പെട്ടെങ്കിൽ അല്ലാഹു പറയുകയാണ് മനുഷ്യ അല്ല തന്ന സമ്പത്ത് വേണ്ടതുപോലെ വിനിയോഗിക്കില്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന സമയം നിന്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്തിട്ട് അത് വേറെടുത്തിന്റെ കയ്യിൽ കൊടുക്കാൻ ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബിന് യാതൊരുവിധ പ്രയാസമില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതുമ്പവാൻ, 2-4 ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റ് നടത്തുന്നതുമ്പവാൻ, മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതുമ്പവാൻ. അള്ളാഹു എന്ന സമ്പത്ത് നിലനിൽക്കില്ല. ഇന്നൊരാളുടെ കയ്യിൽ നാളെ ഇന്നത്തെ മുതലാളി, നാളത്തെ തൊഴിലാളി. ഇത് ഭൂമിയുടെ നിയമമാണ്. അള്ളാഹു ആരുടെ കയ്യിലും അത് കൃത്യമായി നിയന്ത്രിതമായിട്ടല്ലാതെ അള്ളാഹു കൊടുത്തിട്ടില്ല. വതൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ.
ആഗ്രഹിക്കുമ്പോൾ അള്ളാഹ് തീരുമാനിക്കുമ്പോൾ യശസ് ഉണ്ടാകും, അള്ളാഹ് തീരുമാനിക്കുമ്പോൾ അത് മുഴുവനും ഇല്ലാതാകും. സർവ്വ നന്മകളുടെയും താക്കോൽ അള്ളാഹുടെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്ന ഒരു പദവി അത് ലോകത്തൊരിക്കലും അവസാനിക്കില്ല, ഒരിക്കലും അവസാനിക്കില്ല. അതുകൊണ്ടല്ലേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചാരത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ആ സമയത്താണ് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത്. നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എങ്ങനെ അറിയപ്പെടാനാണ് താല്പര്യം? മലിക്കൻ റസൂല, രാജാവായ റസൂലാകണോ? അതല്ല അബ്ദൻ നബിയ, അതല്ല പ്രവാചകനായ അടിമയാകണോ? രാജാവായ പ്രവാചകനാകണോ? അതല്ല അടിമയായ പ്രവാചകനാകണോ? ഏത് തെരഞ്ഞെടുത്തോ നബിയെ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരെ നോക്കി ജിബ്രീൽ ആംഗ്യം കാണിച്ചു. നബിയെ, തവാദുവിനെ തെരഞ്ഞെടുത്ത നബിയെ, വിനയത്തെ തെരഞ്ഞെടുത്ത നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവേ, 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 മബ്ദനെ നബിയാ, വിനീതനായ ഒരു പാവപ്പെട്ട ദാസനായി അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞു. എന്നിട്ട് വെറുതെ ഇരുന്നു, പാതിരാവിന്റെ നിശബ്ദതയിൽ സ്വന്തം ഭാര്യയുടെ ചൂടും ചൂരും അനുഭവിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോ, ഭാര്യ ഉറങ്ങിക്കഴിയുമ്പോ ആ കിടപ്പുറയിൽ നിന്ന് പള്ളിക്കുള്ളിലേക്ക് വന്നിട്ട് കാലിന് നീര് വെക്കുന്നത് വരെ നിസ്കരിക്കുമ്പോ കിന്നയായ ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പടച്ചറപ്പിന്റെ മുമ്പിൽ തലകുരിച്ചിട്ട് വിഷമിക്കുന്നത് കാണുമ്പോ, എന്തേ ഭർത്താവേ, എന്തേ തിരുദൂതരെ, അല്ലാഹു സർവ്വപാപങ്ങളും പുറത്തു തന്നതല്ലേ, പിന്നെന്തേ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള ദാസനായി തീരണ്ടേ ആയിഷ? ഏത് സമയത്താണ് ഈ സംഭവം നടക്കുന്നത്? ചിന്തിക്കും മനുഷ്യന്മാരെ, നന്നായിട്ടൊന്ന് ചിന്തിക്ക്. ഏത് സമയത്താ? അല്ലാഹുവിന്റെ റസൂല് ഭാര്യയോട് വിട പറഞ്ഞ് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിക്കുള്ളിൽ വന്നിട്ട് കാലിൽ നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചതപ്പെടാ. ഹിജ്റ പോയപ്പോഴല്ല, മക്കമ്പത്തകിന്റെ കാലഘട്ടത്തിലല്ല, മക്ക തന്റെ കാൽച്ചുവട്ടിൽ വന്നതല്ല. എപ്പോഴെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് എടുക്കുമ്പോ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ട സമയമാകുമ്പോ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അല്ലാഹുവിനോട് അടിമയാകണമെന്ന് ആവശ്യപ്പെട്ട് അടിമയായിട്ട് മനോഭാവമില്ലാതെ, യഥാർത്ഥ അടിമയാകാതെ എങ്ങനെയാ പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി എഴുന്നേറ്റ് നിൽക്കുക എന്നോർത്തിട്ട് രാത്രി ഉറക്കമില്ലാതെ കാലിന് നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചു പോയി. മൗലായ സല്ലി വസൽ പാടി നമ്മൾ സുന്നികളാണ്, ഉയർന്നല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം വഅതബതൽ വജുദു തയ്യബരതിൻ വലനാ മിഥ്ലൽ ബഹാരി യലാ ഖതൈക വല്ലനബി. സമയത്തിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാ. എങ്ങനെയാ എന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊടുകിയിടുന്നറിയോ? കടലിലെ തിരമാല പോലെ എന്റെ കവിളിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുക. എപ്പോഴെന്നറിയോ? സിറാത്തിനെ ഓർമ്മ വന്നപ്പോ, ഓർമ്മ വന്നപ്പോ, പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ഓർമ്മ വന്നപ്പോ, കബറിൽ കിടക്കേണ്ട അവസ്ഥ ഓർമ്മ വന്നപ്പോ, നാളത്തെ ജീവിതം
ജീവിതത്തിന്റെ ആകസ്മികത ഓർമ്മ വന്നപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സമയത്തെഴുന്നേറ്റ് നിന്നിട്ട് എന്റെ കവിൽ തടത്തിലൂടെ കണ്ണുനീരിന്റെ ചാലിട്ടൊരുകി نعم سرى طيف من أهوى فأركني والحب يعترض اللذات بالعالمين مولاي سل وسلم കണ്ണുനീരൊഴുക്കി അള്ളാന്റെ റസൂല് കാല് നീര് വെക്കുന്നത് വരെ റസൂലുള്ളാഹി നിന്ന് നിസ്കരിച്ചു. നമ്മൾ പറയാറുണ്ട് എപ്പോഴാ ആ സന്ദർഭമേടാ അള്ളാന്റെ റസൂൽ ഇവിടെ പറയാൻ സമയമായി. അള്ളാഹുവേ നീ എന്നോട് അടിമയാകണമെന്ന് ചോദിച്ചപ്പോ അടിമയാകണമെന്ന് പറഞ്ഞവനാണ് ഞാൻ. അള്ളാഹുവേ എനിക്ക് നാളെ ഒരു അടിമയായി, അടിമകൾക്കാണ് നാളെ ഉടമയുടെ സമ്മാനം കിട്ടുക. അള്ളാഹു സമ്മാനം വാങ്ങിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ രണ്ട് അടിമകളുടെ കഥ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആൻ സ്തുതിച്ച അടിമ എന്ത് അടിമയാകണം? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് അടിമകളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു അടിമയെ നമ്മൾ പരിചയപ്പെടുകയാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാനൊരു അടിമ എന്ന് പരിചയപ്പെടും. ഖുർആൻ പറഞ്ഞ അടിമയാണ്. ഒരു ആയത്തിറങ്ങിയത് ആ അടിമയെ കുറിച്ച് പറയാനാണ്. സൂറത്തുൻ നഹൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കി തരട്ടെ. ضرب الله مثلا عبدا مملوكا لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأتي بخير ومن يأمر بالعدل وهو على صراط مستقيم. അല്ലാഹു പറയുകയാണ് ഒരടിമയെ അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. പടച്ചറപ്പിന്റെ ഖുർആനാണ്, സൂറത്തുൻ നഹ്ലാണ്. അല്ലാഹു പറയുന്നത് നമ്മളെ കുറിച്ചാണ്. ചെറുപ്പക്കാരാ, ഒരടിമയെ പടച്ചറപ്പ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. അവൻ ആരെന്നറിയോ? അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി. ഉടമയ്ക്ക് ഭാരമായ അടിമ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, അല്ലാഹു പറയുകയാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ച എന്റെ അടിമയാണ്. പക്ഷേ അവൻ ഉടമയ്ക്ക് ഭാരമായി മാറി. അവൻ ഉടമയ്ക്ക് ഭാരമാകാനുള്ള കാരണം എന്താ? അവൻ എവിടേക്ക് തിരിഞ്ഞാലും ഒരു നന്മ അവൻ കൊണ്ടുവരികയില്ല. എവിടേക്ക് തിരിഞ്ഞാലും, ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും മുമ്പോട്ട് പോയാലും പുറകിലോട്ട് പോയാലും അവൻ തിന്മ മാത്രമല്ലാതെ ചെയ്യില്ല. അവൻ കുടുംബത്തിനും ഭാരമാ, അവൻ നാടിനും ഭാരമാ, അവൻ വീടിനും ഭാരമാ, അവൻ സമൂഹത്തിന് ശാപമാ. അവനെ കൊണ്ട് ഈ ഭൂമിക്ക് ഭാരമല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു അടിമയാകല്ലേ, ഉടമയ്ക്ക് ഭാരമായ അടിമയാകല്ലേ. ഏത് അടിമയാണ് ഉടമയ്ക്ക് ഭാരമായി മാറുക? ആ സമയത്തല്ലേ ദുബൈയില് ധാരാളം ഡോളറുകളും ദിർഹമുകളും വാങ്ങിച്ചവരില്ലേ? ഒരു എക്കോണമിക് ക്രൈസിസ് വന്നപ്പോ, ഒരു സാമ്പത്തിക മാന്ദ്യത വന്നപ്പോ, കുറെ തൊഴിലാളികള് കമ്പനികൾക്ക് ഭാരമായപ്പോ ആ സമയത്ത് കമ്പനി പിരിച്ചുവിട്ടില്ലേ? ഇനി കമ്പനിക്ക് നിങ്ങൾ ഭാരമാണ്, നിങ്ങളെ തീറ്റിപ്പെട്ടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, കൊടുത്തിട്ട് പിരിച്ചുവിട്ടില്ലേ? അല്ലാഹു പറയുകയാണ് ഈ അടിമകൾ എനിക്ക് ഭാരമായി മാറിയ, പടച്ചറപ്പിന് നമ്മുടെ ഭാരമായി മാറിയ, ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കുകയില്ല, റമദാനിന് നോമ്പ് പിടിക്കുകയില്ല, സാമ്പത്തികം കിട്ടിയാൽ സദഖ ചെയ്യുകയില്ല. എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. പടച്ചറപ്പ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതെ ആരെങ്കിലും ഉടമയ്ക്ക്
ഉടമയ്ക്ക് ഭാരമാകുന്ന അടിമയായി മാറിയാൽ അവനെ പിന്നീട് ഉടമ ചെയ്യുന്നിടണ്ട, അവനെ അല്ലാഹു ഡിസ്മിസ് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉടമയ്ക്ക് ഭാരമായ അടിമകളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദില്ലതി ലം യഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد